വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്വകാര്യ മദ്യ കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് BJP മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് നിർവഹിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. പാർട്ടി പരിപാടിക്കൊണ്ടാണ് ഞാൻ മൈക്കിൽ സംസാരിക്കാം. ഓടിയും മൈക്ക് ഓടിയും മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ മദ്യമാഫിയ കേരളത്തെ തീരെഴുതുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതീവ ഗുരുതരമായ വരൾച്ച നേരിടുന്ന മഴനിഴൽ പ്രദേശമായിട്ടുള്ള പാലക്കാട് കിഴക്കൻ മേഖല ഒരു കാലത്ത് തീരജലത്തിന് വേണ്ടിയിട്ട് സമരത്തിന് വേണ്ടി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കാച്ചിമട ഉൾപ്പെടെയുള്ള ചുറ്റൂർ ബ്ലോക്കും പുതുശ്ശേരി ബ്ലോക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭജല ചൂഷണം നടക്കുന്ന ഈ 2 ബ്ലോക്കുകളിൽ പുതുതായി മദ്യ കമ്പനികൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകുന്ന വിജ്ഞാപനത്തിൽ തന്നെ സർക്കാർ പറയുന്നത് മദ്യ കമ്പനിക്ക് ആവശ്യമുള്ള വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് നൽകുന്നതുമാണ്. നിയമങ്ങളെ ഈ മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പാലക്കാട് നഗരസഭയും നിരവധി പഞ്ചായത്തുകളിലെയും കുടിവെള്ള പദ്ധതികളുള്ളത്. ഇവിടുത്തെ ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ മലമ്പുഴയിലെ ജലസേചന പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ കർഷകർക്ക് 2ാം വിളയ്ക്ക് ആവശ്യമുള്ള വെള്ളം ആവശ്യത്തിന് നൽകാൻ കഴിയാത്തതുകൊണ്ട് ഈ ഏക്കർ കണക്കിന് ഭൂമി പാലക്കാട്ടിൽ തരിശിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മദ്യ കമ്പനിക്ക് വെള്ളം നൽകുവാനാണ് ഈ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് നഗരസഭാ പരിധിയിൽ 24 മണിക്കൂറും കുടിവെള്ളം നൽകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള അമൃത് പദ്ധതിയിലൂടെ 120 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭ നൽകിയിട്ടുള്ള 450 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ വെള്ളം വ്യവസായ പാർക്കിന്റെ മറവിൽ കമ്പനിക്ക് ഒഴിക്കാനുള്ള ഒരു ഗൂഢനീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ തന്നെ പാലക്കാട് നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമമുണ്ട്. മണിക്കൂറുകൾ മാത്രമാണ് ഇവിടെ കുടിവെള്ളം ജല അതോറിറ്റി നടത്തുന്നത്. ഈ മദ്യ കമ്പനിക്ക് കൂടി
ഇത് വാട്ടർ അതോറിറ്റിയുടെ ഈ കാര്യാലയത്തേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരിദാസ് സെട്ട് ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചു. ആരാധ്യനായ മണ്ഡലം പ്രസിഡന്റ് എല്ലാ ഉപാധ്യക്ഷന്മാർ പ്രശാന്ത് ശിവൻ, പ്രഭാകരൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജനങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് പാലക്കാട്ടുകാരനായ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. കാരണം ഇവിടെ നമുക്കറിയാം, എലപ്പുള്ളി പഞ്ചായത്തില് അവിടെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഒരു പദ്ധതിയുമില്ലാതെ വെള്ളം ഊറ്റിക്കൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തനത്തോളം കാലം ഈ കമ്പനി ഇവിടെ വരുത്താൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു മദ്യ കമ്പനി, അത് യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ ഗവൺമെന്റിന്റെ തന്നെ മുൻകാല നിലപാട് കേരള സംസ്ഥാനത്ത് ഇനിയൊരു മദ്യ സംവിധാനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകടത്തൽ നടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പൊ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഒയാസിസ് എന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എത്തനോൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 2023 ആ സംവിധാനം ഉണ്ടാക്കിയത് എത്തനോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളില് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ചേർക്കാനുള്ള സംവിധാനമാണ്. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയാണ് ഈ കമ്പനി കോൺഫർ ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മറവിലാണ് സംസ്ഥാന സർക്കാർ MP രാജേഷ് ഉൾപ്പെടെയുള്ളവര് ഇത്തരത്തിലുള്ള സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ എവിടെയൊക്കെയാണ്. പഞ്ചാബിൽ ഇതേ ഒയാസിസ് കമ്പനിയാണ് അവരുടെ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാതെ കുളക്കരയിലേക്ക് ഈ മലിനജലം ഒഴുക്കി അവിടെ മുഴുവൻ അവിടുത്തെ ജലം മുഴുവൻ ആ തരത്തിൽ മോശമാക്കുന്ന തരത്തിൽ, അതായത് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിലും ഇതേ കമ്പനിയാണ്, ഒയാസിസ് കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. ഇവിടെയും അതേ നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ ശശി പറഞ്ഞതുപോലെ ഇവിടുത്തെ കുടിവെള്ള സ്രോതസ് പാലക്കാട് മുനിസിപ്പാലിറ്റിയും ചുറ്റുപാടുമുള്ള 6 പഞ്ചായത്തും ഈ 6 പഞ്ചായത്തും ആശ്രയിക്കുന്നത് മലമ്പുഴ ഡാമിനെയാണ്. നിങ്ങൾക്കറിയാം, മലമ്പുഴയുടെ ഒത്തുകിടക്കുന്ന മലമ്പുഴ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ആദിവാസി ഊരിൽ ഉൾപ്പെടെ വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ആ മലമ്പുഴയില് കുഴി കുത്തിക്കൊണ്ട് അന്നതാരം അവിടെ നിന്ന് ജലം ശേഖരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ഈ പാലക്കാടുണ്ട് എന്നറിയാത്ത ആളല്ല ഈ MP രാജേഷ്. MP രാജേഷ് വെറും ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി മാത്രമല്ല, ഇവിടുത്തെ കുടിവെള്ളം ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ തോട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവിടെ കുടിവെള്ളം പോലും മലമ്പുഴയിൽ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന ഈ കാലഘട്ടത്തിൽ അവിടെയാണ് കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. ഏതാണ്ട് 30 ലക്ഷം ലിറ്റർ ഒരു ദിവസം, കാരണം സ്പിരിറ്റ് ഉൾപ്പെടെ ബോട്ടലിംഗ് ഉൾപ്പെടെ എത്രവൺ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 1 ലക്ഷം 30 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ്. ആ 30 ലക്ഷം ലിറ്റർ വെള്ളം എവിടുന്ന് കൊണ്ടുപോകും? മലമ്പുഴയിൽ നിന്ന് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. മലമ്പുഴയിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ മന്ത്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിന് പ്രധാനമായിട്ടും അരിയുണ്ടെന്ന്. അപ്പൊ പാലക്കാട് ആ പ്ലാന്റ് വരുമ്പോ
അരി അവിടെ അസംസ്കൃത വസ്തുവായി വരുമ്പോ പാലക്കാട് അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന കർഷകർക്ക് ഗുണമാവുമെന്നാണ്. പക്ഷേ ഇവിടെ കുടിവെള്ളമില്ല. അതുപോലെ തന്നെ ഇപ്പൊ രണ്ടാം വിളക്കില് നിങ്ങൾ നോക്കിയാൽ അറിയാം, കനാലിൽ കൂടി വെള്ളം പോകുന്നുണ്ട്. ജനുവരി ആയിട്ടുള്ളൂ, ഫെബ്രുവരി മാർച്ച് ആദ്യമാണ് കൊയ്ത്ത് നടക്കുക. അവിടെ പൂർണ്ണമായും കർഷകർക്ക് വെള്ളം കൊടുക്കാൻ അവിടെ മലമ്പുഴ ഡാമിന് കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് അസംസ്കൃത വസ്തുവായിട്ട് അരി കൊടുക്കാൻ സാധിക്കുക? ഇപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി ഇവിടെ ഒരു കാര്യം MP രാജേഷ് വ്യക്തമാക്കേണ്ടതുണ്ട്. എത്ര കോടിയാണ് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എത്ര കോടിയാണ് നിങ്ങൾ ഡീൽ വച്ചിട്ടുള്ളത് എന്ന് പരസ്യമായിട്ട് പറയാൻ MP രാജേഷ് തയ്യാറാകണം. അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളെ കണ്ടത് പറയിപ്പിക്കും. നിങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കേണ്ടത് ഉണ്ടാക്കും. യാതൊരു സംശയമില്ല. കാരണം ഇവിടെ കുടിവെള്ള പ്രശ്നം അത്രയും രൂക്ഷമാണ്. ഇവിടെ കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നടത്തിയ പാരമ്പര്യമുള്ളതാണല്ലോ രാജേഷ്, അല്ലേ? എന്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ വിഷയങ്ങൾ അറിയുന്ന ആളാണല്ലോ മന്ത്രി രാജേഷ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഈ കമ്പനിക്ക്, ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ജലമൂറ്റാനുള്ള സംവിധാനം നിങ്ങൾ കൊടുക്കുന്നതിന് അതിന്റെ പിറകിൽ വളരെ കൃത്യമായി അജണ്ടയ്ക്ക് പണമുണ്ട്. അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, 2023 ഈ കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോ 2023 ഈ ഒയാസിസ് കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോ അവിടെ കൊടുത്തിട്ടുള്ള അഡ്രസ് ജലപ്പുള്ളി പഞ്ചായത്ത് അഡ്രസ്സാണ്. 2023 എങ്ങനെയാണ് അഡ്രസ് കൊടുക്കുക? 2023 എങ്ങനെയാണ് ഈ അഡ്രസ് കൊടുക്കുക? അപ്പോ ഇതിനു മുമ്പ് ഈ കമ്പനിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് വളരെ വലിയ തോതിലുള്ള ഡീൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒയാസിസ് കമ്പനി 2023 കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോ അവിടെ ആ അഡ്രസ്സായിട്ട് ഈ ജലപ്പള്ളി വില്ലേജിൽ അഡ്രസ് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ മന്ദബുദ്ധികൾക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. ആ നടത്തുന്നത് ഒരു സംശയം വേണ്ട, ഒരു നാടകമാണ്. കാരണം ആ കമ്പനിക്ക് ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്തത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പറുമായിട്ട്, എലപ്പള്ളി പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള വ്യക്തിയാണ്. അയാളാണ് ഈ ഭൂമി അത്രയും വാങ്ങിക്കൊടുത്തത്. ഇതിനാർക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നത്? സമരം നടത്തുന്ന DK ശിവകുമാറിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കർണാടകയിലെ സ്പിരിറ്റ് മാഫിയയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം, കർഷകരുടെ കാർഷിക മേഖലയിലേക്ക് വേണ്ട വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം അത് അഡ്രസ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ വിട്ടുകൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറില്ല. അതുകൊണ്ട് ഈ സമരം ഈ കമ്പനിയെ എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വരാൻ അനുവദിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വന്ദേ മാതരം. Jai
മദ്യക്കമ്പനി പാലക്കാട്ടിൽ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട മദ്യക്കമ്പനി വേണ്ടേ വേണ്ട അഴിമതി വീര എം പി രാജേഷ് നിങ്ങൾക്കെതിരെ ഉയരുന്നു പാലക്കാടിൽ പ്രതിഷേധം